അപ്പോൾ നമുക്ക് പുതിയൊരു ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. ഈ 14 വീല് ലൈലാൻഡ് വണ്ടി ദളവയിൽ അരിയല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി FC ചെയ്തിട്ട് ദളവ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ശങ്കറിൻ്റെ ഫാക്ടറി ഉണ്ട്, അവിടെ പോയി ശങ്കറിൻ്റെ ലോഡ് കയറ്റി തിരിച്ചു വരണം. അപ്പം ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഡ്രൈവർ എന്തോ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ഇന്നലെ. അപ്പോൾ ആ ടാസ്ക് നമ്മുടെ തലയിലായി. അപ്പോൾ സൂപ്പർവൈസറെ വിളിച്ചിട്ട് നമ്മളോട് ഇത് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പം നമ്മളത് ചെയ്യാതിരിക്കാനും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ ചെറുക്കനെ അവിടെ ഒതുക്കി മാറ്റിയിട്ടിട്ട് ഈ വണ്ടി എടുത്തുകൊണ്ടേക്ക് ഇറങ്ങിയാണ്. ഇത് മധുര റോഡാണ്, മധുര നാഷണൽ ഹൈവേ ആണ്. ഇവിടെ ഒരു ജിയോ പമ്പുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് വണ്ടി ഒതുക്കിയിട്ടേക്കുവാണ്. നമ്മുടെ വണ്ടി അവിടെ ഒതുക്കിയിട്ടത് കൊണ്ടായിരിക്കണം നമുക്കൊരു സന്തോഷമില്ല. ഇല്ലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യുന്ന ജോലി നമ്മളത് ക്ലിയറായിട്ട് ചെയ്തു കൊടുക്കുക എന്നതാണ്. എന്തായാലും ഇന്ന് രാത്രി തന്നെ ഓടിച്ചെന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ നമ്മൾ FC ഫിറ്റ്നസ് നോക്കി ടെസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ പോയി ലോഡ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇതാണ് നാഷണൽ ഹൈവേ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നേരെ പോവുക, വണ്ടിയുടെ കാര്യങ്ങൾ നോക്കുക, ലോഡ് എടുക്കുക, തിരിച്ചു വരിക. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ചു കഴിഞ്ഞിട്ട് അരിയനല്ലൂർ പോകുന്ന ഹൈവേയിൽ ഒക്കെയാണ്, നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ ഇവിടെ ടാറിങ് അല്ല, ഇത് കോൺക്രീറ്റ് ആണ് ഈ ഹൈവേ. ഉള്ള അടിപൊളിയാണ്, വണ്ടി ഓടി നിൽക്കുന്നുണ്ട്. ഈ രണ്ട് സൈഡും ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാണ്. ഏക്കർ കണക്കിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഏതാണ്ട് 10-50 കിലോമീറ്ററോളം വയൽ മാത്രം, നെൽപ്പാടങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ട് പോകാൻ തന്നെ ഒരു രസമാണ്. അപ്പം നമ്മൾ ഈ വൈബൊക്കെ കണ്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് വണ്ടി എടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നമ്മൾ കൂടുള്ള 2 ഡ്രൈവർമാർ വിളിച്ചാലും അവർ മുന്നേ പോയേക്കുവാണ്. അപ്പം അവർ എവിടെ കഴിക്കാൻ നിർത്തി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ച്, അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. പിന്നെ നമ്മളിവിടം വരെ എത്തിയ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനെല്വേലിയിൽ നേരെ മധുര വന്നിട്ട് മധുരയിൽ നിന്ന് റൈറ്റ് കയറി ചെന്നൈ റൂട്ട് കയറിയിട്ട് നമ്മൾ തിരുച്ചി എന്ന് പറഞ്ഞ തിരുച്ചിറപ്പള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. തിരുച്ചി എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ തിരുച്ചിയിൽ നിന്ന് റൈറ്റ് കയറി ഒരു ഓവർ ബ്രിഡ്ജ് റൗണ്ട് ഉണ്ട്. ആ ഓവർ ബ്രിഡ്ജിൽ റൗണ്ട് അടിച്ച് റൈറ്റ് കയറി നമ്മൾ ഈ റോഡ് വന്ന്, ഈ റോഡ് ഇനി ഒരു 100-110 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കുന്നതായിരിക്കും. RT ഓഫീസിൽ ചെന്നിട്ട് ഇനി കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ അരിയനല്ലൂർ RT ഓഫീസിൽ എത്തിയിരിക്കുന്നു. അതാണ് RT ഓഫീസ്, കാണുന്ന ബിൽഡിംഗ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ പോയാലും അകത്ത് കയറുമ്പോൾ 11 മണി 12 മണി ആകും. ആ എൻട്രൻസ് വഴിയാണ് നമ്മളകത്ത് കയറേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു ട്രെയിലർ ഭാരത് ബെൻസ് കിടപ്പുണ്ട്. നമ്മുടെ കൂടെയുള്ള 2 വണ്ടികൾ അങ്ങ് പുറയിലാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് 2-3 കടകളും ബസ് സ്റ്റോപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇത്രയും ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ അവരുടെ വണ്ടി എടുത്തോട്ട് പതുക്കെ നടന്നു പോവുകയാണ്. രാവിലെയായി. നമ്മൾ ഇനി എന്തെങ്കിലും കഴിക്കണം. അവിടെ ഒരു ചെറിയ കടയുണ്ട്, അവിടെ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് നോക്കിയിട്ട് നമുക്കകത്ത് FC ചെയ്യാം. ഇത് ഭാരത് ബെൻസ് ആണ്. ഇതിൻ്റെ ഡ്രൈവർ കറുപ്പുസ്വാമി എന്ന് പറയുന്ന ഒരാളാണ്, തമിഴണ്ണനാണ്. ഇത് 14 വീല് ഭാരത് ബെൻസ് ആണ്. FC ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ്. പെയിൻ്റൊക്കെ അടിച്ച് ഫിനിഷിങ് ആണ്, സെറ്റപ്പ് വണ്ടിയാണ്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിക്കർ ഈ റിഫ്ലക്ടർ അടിച്ചിട്ടില്ലായിരുന്നു, റിഫ്ലക്ടർ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. റിഫ്ലക്ടർ ഫ്രണ്ടിലും അടിച്ച്, ഫ്രണ്ടിൽ വൈറ്റ് ആണ്, സൈഡിൽ യെല്ലോ ആണ് അടിച്ചത്, ബാക്കിൽ റെഡും, അങ്ങനെയാണ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ നേരെ FC ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. ഇതിപ്പോൾ FC ചെയ്യുന്ന സ്ഥലമല്ല, ഈ കട കാണുന്നത് സ്റ്റിക്കർ വർക്കും പൊല്യൂഷൻ അങ്ങനെയുള്ള വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു കടയാണ്. അപ്പോൾ നമ്മൾ അവിടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ട്രെയിലർ കാണാനിടയായി. ട്രെയിലർ എന്ന് പറയുമ്പോൾ ട്രാക്ടർ ട്രെയിലറാണ്. അത് 2 ബോഗിയുള്ള ട്രാക്ടർ ട്രെയിലറാണ്. 2 ബോഗിയാണ് അവർ. അത് ഈ ഒരു ട്രെയിലറിൻ്റെ വീല് തന്നെ 8 വീലാണ്, 4-8 വീലാണ് ഒരു ട്രെയിലറിന്. അപ്പോൾ 8-8ഉം 16ഉം പിന്നെ ഈ ട്രെയിലറിൻ്റെ 4 വീലും, 16ഉം 4ഉം 20 വീല് വണ്ടിയാണ് ട്രാക്ടർ. നമ്മുടെ അവിടെ ഇങ്ങനെയുള്ള വണ്ടി കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വണ്ടി നമ്മൾ കണ്ടപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഈ വണ്ടി കൂടുതലായിട്ടും ഇവർ കൃഷിയിടങ്ങളിൽ നിന്നും ഇവരുടെ ഫാമിലേക്കും ഗോഡൗണിലേക്കും ഒക്കെ കരിമ്പായാലും, ഇവിടെ കൂടുതലും കരിമ്പും
അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ. എല്ലാ കൃഷികളും ഉണ്ട്. കരിമ്പായാലും മറ്റ് വെജിറ്റബിൾസ് ആയാലും എല്ലാ സാധനങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ട്രാക്ടർ ഇവിടെ ഉപയോഗിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ FC ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് RT ഓഫീസിൽ. അപ്പം തമിഴണ്ണന്മാർ രണ്ടുപേരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ അവരുടെ വീഡിയോ പോയി ചുമ്മാ ഒന്ന് എടുത്ത്. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ FC ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ 6 വീൽ വണ്ടിയായാലും കാറായാലും ബസ്സായാലും മാക്സിമം ആയാലും അങ്ങനെ കുറേ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ എടുക്കുകയാണ്. നമ്മുടെ 3 വണ്ടിയും അടുപ്പിച്ചിട്ടേക്കാണ്. ഫസ്റ്റ് ഭാരത് ബെൻസ് കിടപ്പുണ്ട്. സെക്കൻഡ് വേറൊരു 14 വീല് 1805 എന്ന് പറയുന്നൊരു വണ്ടി. എൻ്റെ വണ്ടി അതിൻ്റെ പുറകെ കിടക്കുകയാണ് 4305. അപ്പം ഇവിടെ വലിയ സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ശങ്കർ ഫാക്ടറിയിലേക്ക് പോകുന്നതായിരിക്കും. അത് ദളവായിലാണ്. അത് കുറച്ചും കൂടെ ദൂരമുണ്ട്. ഇവിടുന്ന് ഒരു 60-70 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമുക്കിത് കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് പോകണം. ചെറിയ വണ്ടികളും എല്ലാം ഇവിടെ നിരത്തിയിട്ടേക്കാണ്. ട്രാക്ടർ വരെ ഉണ്ട്. അങ്ങനെ ഇൻസ്പെക്ടറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. RTO ഇൻസ്പെക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയും ചെക്ക് ചെയ്ത് ചേസ് നമ്പറൊക്കെ കാണിച്ചാൽ നമുക്ക് ഒന്ന് പോയി ശങ്കർ ഫാക്ടറിയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് തമിഴ്നാട് ഗവൺമെൻറ് വണ്ടി വന്നത്. തമിഴ്നാട് ഗവൺമെൻറ് ബസ്സും ടെസ്റ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ അപ്പുറത്ത് തന്നെ ഒരു കൊച്ചു 6 വീല് വണ്ടി മിനി ബസ് കിടപ്പുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്ന റൂട്ടാണിത്. അഥവാ ശങ്കർ ഫാക്ടറിയിലേക്ക് പോകുന്ന റൂട്ടാണിത്. 2 സൈഡും മരങ്ങൾ മാത്രമാണ്. നല്ല തണലുള്ള ഭയങ്കര വെയിലാണ് ഈ സമയത്ത്. പക്ഷേ ഈ വെയിലത്തും ഇത്രയും തണലുള്ള ഒരു റോഡ് കാണാൻ അപൂർവമാണ്. നമ്മുടെ തെങ്കാശി തിരുനെൽവേലി റൂട്ട് പണ്ട് ഒരു 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു. അതിനുശേഷം ഇപ്പം വീതി കൂട്ടിയപ്പോൾ ഈ മരങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് 4 വരി പാതയായതാണ്. അപ്പം ഈ റോഡ് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ പഴയ റോഡായിട്ട് അത് ഓർമ്മ വന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളും ഈ റോഡും എല്ലാം കണ്ട് നമ്മളിങ്ങനെ ഗോഡൗണിലേക്ക് ഫാക്ടറിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് കോട്ടൺ പഞ്ഞിയാന്ന് തോന്നുന്നത്. അവർ കൃഷി ചെയ്തിട്ട് അത് ഉണക്കാൻ വേണ്ടിയിട്ട് റോഡുകളിൽ നിരത്തിയിട്ടേക്കാണ്. അങ്ങനെ നമ്മൾ ശങ്കർ ഫാക്ടറി എത്താറായിരിക്കുന്നു. അപ്പോഴാണ് നമ്മളെല്ലാം ട്രാക്ടർ ലോഡ് കയറ്റിക്കൊണ്ട് വരുന്നത് കാണുന്നത്. കരിമ്പാണ് കൊണ്ടുപോകുന്നത്. ഒരു ബോഗിയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാർക്കിങ്ങിലെത്തി. ഇന്ന് ലോഡാവുന്ന ലക്ഷണമില്ല. ചോദിച്ചപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ഓർഡർ കുറവാണ്, നാളെ എങ്ങനെയെങ്കിലും ലോഡാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ന്യൂ ഇയർ ഗോവിന്ദയായി ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജോലി സംബന്ധമായിട്ട് തിരക്കിലായിപ്പോയി. നമുക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. എന്നാലും ലോഡ് കയറ്റി നാളെ ഞാൻ പോകുന്നു.